നമസ്കാരം. അഗോര വിഷൻ ചാനലിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ അഗോര വിഷൻ ചാനലിലൂടെ നോക്കാൻ പോകുന്ന വിഷയം എന്താ വെച്ചാൽ, ഇപ്പോൾ ഈ ജൂലൈ മാസം ഇന്ന് കുറച്ചായല്ലോ. നമ്മുടെ ഒരു ഏകദേശം നമ്മൾ ജൂലൈ മാസത്തിന്റെ ഒരു തുടക്കം ആയിട്ടുണ്ട്. ഈ ജൂലൈ മാസത്തിൽ ഒരുപാട് കുറേ ഗ്രഹങ്ങളുടെ ചലനമാറ്റം ഉണ്ടാവുന്നുണ്ട്. അതുകൊണ്ട് കുറച്ച് രാശിക്കാർക്ക്, അതായത് 4 രാശിക്കാർക്ക് നല്ല ഗുണഫലങ്ങൾ ലഭിക്കാൻ സാധ്യതയുണ്ട്. കാരണം എന്ന് വെച്ചാൽ മറ്റുള്ളവർക്ക് മോശം എന്നൊന്നും അർത്ഥമില്ല. കാരണം ഏറ്റവും നല്ല നമ്മുടെ ജ്യോതിഷത്തിൽ നമ്മൾ പറയുന്ന ആ ഒരു സമയത്ത് ഓരോ പീരിയഡുകളിൽ നടക്കുന്ന ഗ്രഹങ്ങളുടെ ചലനം കൊണ്ട് സംഭവിക്കുന്ന കുറെ മാറ്റങ്ങൾ ഉണ്ടാകും. ആ മാറ്റങ്ങളിലൂടെ ഈ നമ്മളുടെ 27 നക്ഷത്രങ്ങളിൽ പെടുന്ന 12 രാശികളിൽ പെടുന്ന 27 നക്ഷത്രങ്ങളിൽ ഉൾപ്പെടുന്ന ആൾക്കാർക്ക് ഇതിൽ പറയാൻ പോകുന്ന 4 രാശിക്കാരുണ്ട്. ഈ 4 രാശിക്കാർക്ക് നല്ല ഗുണങ്ങൾ ഉണ്ടാവാൻ സാധ്യത കൂടുതലാണ്. കാരണം ഈ ഗ്രഹങ്ങളുടെ മാറ്റം ഇവരെ സംബന്ധിച്ച് ഈ ജൂലൈ മാസത്തിൽ ഇവരെ സംബന്ധിച്ച് അനുകൂലമായ ഒരു അവസ്ഥ ഉണ്ടാക്കും. എന്തുകൊണ്ടാണ് നമ്മൾ ഈ ഗ്രഹങ്ങളുടെ മാറ്റങ്ങൾക്ക് ജ്യോതിഷം ഇത്രയും വില കൽപ്പിക്കുന്നത് എന്തെന്ന് വെച്ചാൽ, ഓരോ ഗ്രഹങ്ങള് ചെറിയ ചലനമാറ്റം കൊണ്ട് പോലും നമ്മുടെ ജീവിതത്തിൽ നന്മയും തിന്മയും ഉണ്ടാവാൻ സാധ്യത കൂടുതലാണ്. അപ്പോ ചില ഗ്രഹങ്ങള് ചില രാശിക്കാരെ, അതിൽ ഉൾപ്പെടുന്ന നക്ഷത്രക്കാരെ സ്വാധീനിക്കാൻ കൂടുതൽ സാധ്യത കൂടുതലാണ്. അവർക്ക് നല്ല ഗുണഫലങ്ങൾ ലഭിക്കാൻ ആ ഒരു സമയം വളരെയധികം നല്ലതാണ്. അപ്പൊ ഈ നല്ല ഗുണഫലങ്ങൾ ലഭിക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും ഒരേപോലെ കിട്ടുന്നില്ല, അത് ഉറപ്പാണ്. നിങ്ങൾക്ക് കിട്ടുന്ന ഒരു അവസ്ഥ എനിക്കുണ്ടാവില്ല. ഞാനടക്കമുള്ള ആൾക്കാരുടെ അവസ്ഥയാണ് പറയുന്നത്. അപ്പൊ ഒരാൾക്കത്, ഞാനിപ്പോ ഈ രാശിയിൽ ഉൾപ്പെടുന്നുണ്ട്, അല്ലെങ്കിൽ ഈ രാശിയിൽ വരുന്ന നക്ഷത്രത്തിൽ ജനിച്ച ഒരാളാണെങ്കിൽ എനിക്ക് ചിലപ്പോൾ അത് കിട്ടിക്കോളണമെന്നൊന്നും യാതൊരു നിർബന്ധമില്ല. പക്ഷെ നമ്മുടെ ജീവിത സാഹചര്യം കൂടി അതിന് ഒത്തുവരികയാണ്. അപ്പോൾ അത് തീർച്ചയായിട്ടും നമുക്ക് അവസരം ഉണ്ടാവും. ഇപ്പോ നമ്മൾ ഉദാഹരണം പറയുകയാണെന്ന് വെച്ചാൽ, നമ്മളിപ്പോ ഒരു ഗൾഫിൽ പോകണം, ഒരു തരത്തിലും ഗൾഫിൽ പോകാൻ ഒരു അവസരം ഇല്ലാത്തൊരു വ്യക്തികൾ ഉണ്ടാവും. അത് സാധാരണ നമ്മുടെ നാടുകളിൽ നോക്കിയാൽ അറിയാം. ചിലർക്ക് ഗൾഫ് പോക്ക് ഒരു കുത്തിരിയല്ല, അവരിങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഒരു 2 മാസം, 1 മാസം, 15 ദിവസത്തിലൊക്കെ പോയി വന്നുകൊണ്ടിരിക്കും. പക്ഷെ സാധാരണ ചില വ്യക്തികൾ ഇതിനൊന്ന് ഗൾഫിന്റെ മണ്ണ് ചവിട്ടാൻ ആഗ്രഹിക്കുന്നവരുണ്ട്. കാരണം അവർക്ക് സാധ്യമാവുന്നില്ല. കാരണം അതിനും കുറെ കാരണങ്ങൾ എന്താ വെച്ചാൽ, നമ്മള് ഗ്രഹങ്ങളെ കുറ്റം പറയുക, ദൈവത്തെ കുറ്റം പറഞ്ഞിട്ടോ കാര്യമില്ല. നമുക്ക് സാഹചര്യങ്ങളില്ല. ഇപ്പോ ഉദാഹരണത്തിന് ഒരു സിനിമാ നടൻ പ്രസിദ്ധനായി, അയാളുടെ മക്കൾ സിനിമയിലേക്ക് വരുന്നു. അവർക്ക് അതിനുള്ള സാഹചര്യങ്ങളുണ്ട്. സാധാരണക്കാർക്ക് അങ്ങനെ എത്തിപ്പെടാൻ കഴിയില്ല. എന്തുകൊണ്ട്? അവിടെ സപ്പോർട്ട് ചെയ്യാൻ ആളില്ല, അല്ലെങ്കിൽ അവർ ഇന്നയാളുടെ മകനല്ല. പ്രസിദ്ധരായ മക്കളെ വെച്ചിട്ട് സിനിമ എടുക്കുന്ന ഒരാൾക്കാരുണ്ടാവും. നമ്മൾ സിനിമയുടെ ഒരു കാര്യം പറഞ്ഞത് അത് ഗൾഫിന്റെ ഒരു കാര്യം വെച്ചിട്ട് പറഞ്ഞതാണ്. ഗൾഫ് ഇപ്പൊ നമ്മുടെ വേണ്ടപ്പെട്ടവരൊക്കെ ഗൾഫിലുണ്ട്. നമ്മളെയൊക്കെ ഒരു വിസ തരാനോ നമുക്ക് ടിക്കറ്റ് എടുത്തു തരാനോ ഒക്കെ ആൾക്കാരുണ്ടാവും. അപ്പൊ നമ്മളെ പോവും. അപ്പൊ നമ്മൾ സാഹചര്യം ഒത്തുവരികയാണ് അതിന്. പക്ഷെ ഒരാളുണ്ട്, ആൾക്ക് പോവാനേ കഴിയുന്നില്ല, ആൾക്ക് ആരുമില്ല, ആൾക്ക് സപ്പോർട്ട് ചെയ്യാൻ ആളില്ല, ഗൾഫിൽ കൊണ്ടുപോകാൻ ആളില്ല, ടിക്കറ്റ് എടുത്ത് കൊടുക്കാൻ ആളില്ല, വിസ എടുത്ത് കൊടുക്കാൻ ആളില്ല. പിന്നെ അയാൾ എങ്ങനെ അവിടെ എത്തും? പിന്നെ അയാൾ അത്രയും കഠിനാധ്വാനം ചെയ്യുന്നു. അപ്പൊ അതാണ് താൻ പാതി ദൈവം പാതി എന്ന് പറയുന്നത് നമ്മള്. കാരണം അത്രയും കഠിനാധ്വാനം ചെയ്യുന്നു അദ്ദേഹം. കാരണം അദ്ദേഹം അതിനെ ആഗ്രഹിച്ചിട്ട് അത്രയും ആ ഒരു വിസ കിട്ടാൻ വേണ്ടി ശ്രമിച്ച്, എന്തെങ്കിലും തൊഴിൽ ചെയ്ത് ആ തൊഴിൽ പഠിച്ച് അത് ശ്രമിച്ച് അതിനുള്ള സാമ്പത്തിക ശേഷി ഉണ്ടാക്കിയാണ് ഗൾഫ് പോകുന്നത്. അങ്ങനെ ചില അവസരങ്ങൾ ചിലർക്ക് ഉണ്ടാകും. എന്നാൽ ചിലർക്ക് ജീവിതകാലത്തിന് മുഴുവൻ ഗൾഫ് താണ്ടാൻ കഴിയാറേ ഇല്ല. അത് നമ്മുടെ ജനന സമയം അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടും നമ്മുടെ സാഹചര്യത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടുമാണ് നമ്മുടെ ജീവിതത്തിൽ എല്ലാ ഗുണങ്ങളും ദോഷങ്ങളും ഉണ്ടാകുന്നത്. അപ്പൊ നമ്മൾ ഇത്രയും പറഞ്ഞുകൊണ്ട്, നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അതുപോലെ തന്നെ ഈ ചാനൽ ഇഷ്ടപ്പെടുന്നവർക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ താല്പര്യപ്പെടുന്നു. ഈ വീഡിയോയെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക. തുടർന്ന് നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. വീഡിയോയിലെ വിഷയങ്ങൾ എന്താണെന്ന് നോക്കാം. നമുക്ക് ഈ വിഷയത്തിലേക്ക് കടക്കാം. അപ്പോ ജൂലൈ മാസത്തിൽ ധാരാളം ഗ്രഹങ്ങളുടെ ചലനങ്ങൾ ഉണ്ടാവാറുണ്ട്. ഒരു രാശിയിൽ നിന്നും മറ്റു രാശിയിലേക്ക് സംക്രമിക്കുന്നു. ചിലവര് അത് പിന്നോക്കാവസ്ഥയിലേക്ക് പോകുന്നു. ഇതൊക്കെ ഈ പറയാൻ പോകുന്ന 4 രാശിക്കാർക്ക് ഗുണം ചെയ്യും എന്നുള്ളതാണ്. അതുകൊണ്ട്
നമ്മുടെ ഗ്രഹങ്ങളുടെ അവസ്ഥ വെച്ച് ആ ഗ്രഹങ്ങൾ ഓരോ മാസങ്ങളിലും പ്രത്യേകം പ്രത്യേകം രാശികളിലായിരിക്കും നിൽക്കുക. മെല്ലെ സഞ്ചരിക്കുന്ന ഗ്രഹങ്ങൾ അതേ രാശിയിൽ തന്നെ തുടരുന്നതായിരിക്കും. ചിലപ്പോൾ ഇവർക്ക് ഈ പറയുന്ന പിന്നോക്കാവസ്ഥ അഥവാ വക്രം എന്നുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. അതൊക്കെ നല്ല ഗുണഫലങ്ങൾ ലഭിക്കുന്നതും മോശമായ ഫലങ്ങൾ ലഭിക്കുന്നതും ആൾക്കാർക്ക് കിട്ടാറുണ്ട്. അപ്പോ ഇതേ പ്രത്യേകിച്ച് ഒരുപാട് പ്രത്യേകതകളുണ്ട് ഈ ജൂലൈ മാസത്തിൽ. ഈ 5-ാം തീയതി മുതൽ തന്നെ ഗ്രഹങ്ങളുടെ മാറ്റങ്ങൾ കണ്ടു തുടങ്ങും എന്നുള്ളതാണ്. അപ്പോ ജൂലൈ 18-നാണ് നമ്മുടെ കർക്കിടക രാശിയിൽ നിന്നും പിന്നോക്കാവസ്ഥയിലേക്ക് ബുധൻ ജൂലൈ 18-ന് കർക്കിടക രാശിയിൽ നിന്നും അദ്ദേഹം പിന്നോക്കാവസ്ഥയിലായിരിക്കും. അതായത് ബുധൻ അതിന്റെ പിന്നോക്കാവസ്ഥയിലേക്ക് നീങ്ങാൻ തുടങ്ങും എന്നർത്ഥം. കാരണം ബുധന്റെ ഒരു പിന്നോക്കാവസ്ഥ ഉണ്ട്, അതിലേക്ക് നീങ്ങാൻ കർക്കിടക രാശിയിൽ ജൂലൈ 18-ന് സ്റ്റാർട്ട് ചെയ്യും അദ്ദേഹം. അപ്പോ അതിനുശേഷം പിന്നെ ദേവഗുരു വ്യാഴം 9-ന് ഉദിക്കുമെന്ന് ഞാൻ മുൻപൊരു വീഡിയോയിൽ പറഞ്ഞിരുന്നു. ദേവഗുരുവിന്റെ ഉദയം 9-നാണ് ഉണ്ടാവുക. ഇതിനുശേഷം ജൂലൈ 26-ന് ശുക്രൻ മിഥുന രാശിയിലേക്ക് പ്രവേശിക്കും. ഇപ്പോ ഇടവൻ രാശിയിലുള്ള ശുക്രൻ മിഥുന രാശിയിലേക്ക് ജൂലൈ 26-ന് പ്രവേശിക്കും. നീതിദേവനായ ശനി ഭഗവാൻ മീനൻ രാശിയിൽ അദ്ദേഹത്തിന്റെ പിന്നോക്കാവസ്ഥയിലായിരിക്കും. ഈ പിന്നോക്കാവസ്ഥ 138 ദിവസം അത് തുടരും. ഈ 138 ദിവസം ശനി പിന്നോക്കാവസ്ഥയിൽ തന്നെ തുടരുന്നതായിരിക്കും. അതിനുശേഷം ചൊവ്വ ജൂലൈ 28-ന് കന്നി രാശിയിലേക്ക് പ്രവേശിക്കും. ചൊവ്വ ജൂലൈ 28-നാണ് കന്നി രാശിയിലേക്ക്, ഇപ്പോൾ ചിങ്ങൻ രാശിയിൽ നിന്നും കന്നി രാശിയിലേക്ക് പ്രവേശിക്കുക. അപ്പൊ ഇത്തരം ഒരുപാട് ഈ ജൂലൈയിൽ പറഞ്ഞു ഗ്രഹങ്ങളുടെ മാറ്റം അഥവാ ചലനങ്ങളൊക്കെ ഉണ്ട്. ഈ ഒരു ചലനം സംഭവിക്കുമ്പോൾ നമ്മുടെ പറയാൻ പോകുന്ന 4 രാശിക്കാരും അതിലെ നക്ഷത്രക്കാർക്കും നല്ല കൂടുതലായിട്ട് ഈ സമയം ഒരു കുറച്ച് കാലഘട്ടത്തിന്, അതായത് ഒരുപാട് കാലഘട്ടമല്ല, നമ്മൾ ഓരോ ഗ്രഹങ്ങളുടെ ചലനം ഉണ്ടാകുമ്പോഴും ആ ഒരു അവസ്ഥ നമ്മൾ ഈ വീഡിയോയിൽ പറയാറുണ്ട്. അപ്പൊ അത് എന്നും പെർമനന്റ് ആയിട്ട് കാണരുത്, താൽക്കാലികമായുള്ള അവസ്ഥകളാണ് പറയുന്നത്. പക്ഷെ ഏറ്റവും കൂടുതൽ ഒരു രാശിയിൽ നിൽക്കുന്ന ഗ്രഹം ശനിയാണ്. നമുക്കറിയാം ശനി ഒരുപാട് കാലം ഇനി മീനൻ രാശിയിൽ നിൽക്കും. പക്ഷെ അതിന്റെ ഇടയിൽ അദ്ദേഹത്തിന് പിന്നോക്കാവസ്ഥകളൊക്കെ ഉണ്ടാവാറുണ്ട്. ആ ഒരു അവസ്ഥകൾ പോലും നമ്മൾ എടുത്തു പറയാറുണ്ട്. ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും നമ്മൾ വീഡിയോയിൽ പറയാറുണ്ട്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഏതൊരു കാലത്തും നിങ്ങൾക്ക് ദോഷങ്ങളോ നിങ്ങൾക്ക് ഗുണങ്ങളോ നിലനിൽക്കില്ല. നമുക്ക് കുറച്ച് ആ ഒരു ഗ്രഹങ്ങൾ മാറുമ്പോൾ അല്ലെങ്കിൽ ചലനം സംഭവിക്കുമ്പോൾ നമുക്ക് ഈ പറയാൻ പോകുന്ന നക്ഷത്രക്കാർക്ക് ഗുണങ്ങളെ ഉണ്ടാവുകയുള്ളൂ എന്തായാലും. അപ്പോ ഈ പറയുന്ന നക്ഷത്രക്കാരെ എല്ലാവർക്കും കമന്റിൽ ഇടുക, നിങ്ങൾക്ക് ഗുണം ദോഷങ്ങളൊക്കെ ഉണ്ടോ എന്നുള്ളത്. നമുക്ക് ഇങ്ങനെയൊക്കെ ഗുണങ്ങൾ ഉണ്ടായി ഇതൊക്കെ പറയുന്നുണ്ട്, ഇതൊക്കെ ഉണ്ട് എന്നുള്ളതും നമുക്കറിയാം. ചലന ഗ്രഹങ്ങളുടെ മാറ്റം എന്തായാലും നമുക്ക് തീർച്ചയായിട്ടും നല്ല ഒരു അനുഭവം തന്നെ തരും. പക്ഷെ ഇങ്ങനെയൊക്കെ അനുഭവങ്ങളൊന്നും കിട്ടാതെ നമുക്കൊരു അനുഭവം ഇല്ല. നമുക്ക് എന്നും ദുരിതങ്ങൾ കഷ്ടപ്പാടുകളൊക്കെ ആണ് എങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നിങ്ങൾ ഒരു അസ്ട്രോളജറെ, നിങ്ങൾക്ക് ഒരു സത്യസന്ധനായ ഒരു അസ്ട്രോളജറെ നിങ്ങൾ സമീപിക്കുക. അദ്ദേഹത്തിനോട് നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്തോ അല്ലെങ്കിൽ നിങ്ങളുടെ ജാതകം ഉണ്ടെങ്കിൽ ജാതകമോ കൊടുത്തൊന്ന് പരിശോധിപ്പിക്കുന്നത് നന്നായിരിക്കും. അപ്പൊ അതിൽ എന്തെങ്കിലും ചെറിയ പോരായകളോ ബുദ്ധിമുട്ടുകളോ ഉണ്ടെങ്കിൽ അതിന് ചെറിയ പരിഹാരങ്ങൾ ചെയ്തു കൊണ്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ നല്ല മാറ്റം ഉണ്ടാവും. ഒരിക്കലും നമ്മൾ അങ്ങനെ വെച്ച് മുണ്ടാതിരിക്കരുത്. അത് എന്നും നമ്മളെ ദുരിത ജീവിതമാണ്, എന്നും ഞാൻ കഷ്ടപ്പെട്ട് ജീവിക്കേണ്ട ആളാണ്, എന്നും വിധിയെ പഴിച്ച് ജീവിക്കേണ്ട ആളാണ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ജീവിതം പാഴാക്കരുത് എന്നേ പറയാനുള്ളൂ. അപ്പോ നമുക്ക് ചിലപ്പോൾ നല്ല സമയം ഉണ്ടാവാൻ ചെറിയ ചെറിയ കാരണങ്ങൾ കൊണ്ട് തടസ്സം നിൽക്കുന്നതായിരിക്കും. അത് തീർച്ചയായിട്ടും മാറിപ്പോകുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നല്ലൊരു ശോഭനമായ ഭാവി ഉണ്ടാവാൻ സാധ്യത കൂടുതലാണ്. അപ്പോ നമ്മൾ എപ്പോഴും ഒരു 40 വയസ്സ് വരെ നമ്മൾ ശ്രമിച്ചു ഒന്നും ആയിട്ടില്ലെങ്കിൽ, 40 വയസ്സ് വരെ ഒന്നും നമുക്ക് കഴിഞ്ഞിട്ടില്ലെങ്കിൽ പിന്നെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. 40 വയസ്സിന്റെ ഉള്ളിൽ നമ്മൾ എന്തെങ്കിലും ചെയ്താൽ മാത്രമേ നമുക്ക് ജീവിതത്തിൽ വിജയം ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ ജീവിതം ഒന്ന് കരപിടിപ്പിക്കാൻ പറ്റുകയുള്ളൂ. അല്ലാതെ 60-70 വയസ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നും ജീവിതത്തിൽ പ്രത്യേകിച്ച് പറ്റില്ല. എന്തൊക്കെ യോഗങ്ങൾ ഉണ്ടെങ്കിൽ പോലും, പറയാൻ യോഗങ്ങൾ ഉണ്ടാവും ജാതകത്തില്, കരിവേശ്വര യോഗമൊക്കെ ഉണ്ടാവും, പക്ഷെ നമ്മുടെ അനുഭവത്തിൽ വരില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ശ്രമം കൂടി നമുക്ക് അനുഭവത്തിൽ വരാൻ ആവശ്യമാണ്. അങ്ങനെ ശ്രമിക്കാനുള്ള പ്രായമല്ല 70, 60, 65 വയസ്സ് എന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പൊ അതുകൊണ്ടാണ് ഒരു 40 വയസ്സ് വരെയും ജീവിതത്തിൽ നമുക്ക് ഒന്നും ആവാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ എന്തായാലും തീർച്ചയായിട്ടും അസ്ട്രോളജറെ കാണിക്കുക. നിങ്ങൾ അതിന്റെ എന്തെങ്കിലും ദോഷങ്ങൾ നിങ്ങളുടെ ജാതകത്തിൽ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ ഡേറ്റ് ഓഫ് ബർത്ത് വെച്ച് ജാതകം എടുത്ത് നോക്കുമ്പോൾ എന്തെങ്കിലും ദോഷങ്ങൾ ഉണ്ടെങ്കിൽ അതിന് പരിഹാരം ചെയ്താൽ പോലും നിങ്ങളുടെ ജീവിതം മാറി പറയാൻ വളരെ സിമ്പിൾ ആയിട്ട് കഴിയുന്ന കാര്യങ്ങളെ ഉണ്ടാവുള്ളൂ.
അത് വെച്ച് നീട്ടിക്കൊണ്ടുപോയി ബുദ്ധിമുട്ടിലേക്ക് പോവാതിരിക്കുക. എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഈ രാശിയിലേക്ക് കടക്കാം. അതായത് ഈ സമയം നമ്മളിപ്പോ ചൊവ്വ ജൂലൈ 28-നാണ് കന്നിരാശിയിലേക്ക് പ്രവേശിക്കുന്നത്. ജ്യോതിഷ കണക്കുകൂട്ടലുകൾ അനുസരിച്ച് ഈ 4 രാശിക്കാർക്ക് നല്ല സമയമായിരിക്കും എന്നുള്ളതാണ്. അതായത് മേടം രാശിയാണ് ആദ്യത്തെ രാശി. മേടം രാശിയിൽ വരുന്ന അശ്വതി, ഭരണി, കാർത്തിക, കാൽഭാഗം നക്ഷത്രക്കാർക്കും ഏറ്റവും നല്ല ഫലങ്ങൾ ലഭിക്കും. ഇവരുടെ പുതിയ സംരംഭങ്ങളൊക്കെ വിജയിക്കാൻ സാധ്യത കൂടുതലാണ്. കുടുംബശ്രീ പോലുള്ള സംരംഭങ്ങൾക്ക് ഇറങ്ങുന്നവർക്കൊക്കെ സ്ത്രീകൾക്ക് ഇത് വിജയിക്കാനൊക്കെ നല്ലൊരു അവസരങ്ങൾ വന്ന് ചേരുന്ന സമയമാണ് ഈ ഒരു ജൂലൈ മാസം എന്നുള്ളത്. അതുപോലെ തന്നെ പുതിയ എന്ത് സംരംഭവും ആരും തുടങ്ങുമ്പോഴും അവർക്ക് വിജയിക്കാനുള്ള അവസരം ഈ നക്ഷത്രക്കാർക്ക് ഉണ്ടാവും എന്നുള്ള അശ്വതി, ഭരണി, കാർത്തിക, കാൽഭാഗം നക്ഷത്രക്കാർക്ക് തീർച്ചയായിട്ടും നല്ല അവസരങ്ങൾ ഉണ്ടാവുക. കുടുംബ ജീവിതത്തിൽ ഇവർ ഇന്നും ഈ പൊതുവെ ജീവിതത്തിൽ നല്ല ജീവിതമായിരിക്കും അശ്വതി നക്ഷത്രക്കാരുടെയൊക്കെ. എങ്കിൽ പോലും ചെറിയ ദുഃഖങ്ങളൊക്കെ അവർക്ക് ജീവിതത്തിൽ വരാൻ സാധ്യത കൂടുതലാണ്. ഏറ്റവും നല്ല ജീവിതം നയിക്കുന്ന പൊതുവെ പറയുമെങ്കിലും അശ്വതി നക്ഷത്രക്കാർക്ക് പ്രത്യേകത ഉണ്ട്. അവരുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു ടെൻഷൻ അവർക്ക് ഉണ്ടാവും, എന്തെങ്കിലും ഒരു വിഷമം അവര് എന്നും പിന്തുടർന്നുകൊണ്ടിരിക്കും. എത്ര നല്ല ദാമ്പത്യ ജീവിതം അവർ നയിച്ചാൽ പോലും അവരുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു മുറിപ്പാട് ഉറകാതെ കിടക്കുന്നുണ്ടാവും എന്നുള്ളതാണ്. അപ്പൊ അത് ഒക്കെ നല്ല രീതിയിൽ ചില പരിഹാരങ്ങളൊക്കെ ചെയ്തു പോയാൽ സമാധാനത്തോടെ ജീവിക്കാൻ കഴിയും എന്നുള്ളതാണ്. ഈ ഒരു സമയത്ത് ഇവർ എന്ത് ചെയ്താലും വിജയിക്കാൻ സാധ്യത കൂടുതലാണ്. അതായത് വിദേശ യാത്രയ്ക്കൊക്കെ ശ്രമിക്കുന്നവർക്കും നല്ല ഒരു സമയം കൂടിയാണ് ഈ ജൂലൈ മാസത്തിനോട് കൂടിയിട്ട് സാധ്യമാവാൻ പോകുന്നത്. അതുപോലെ പഠനത്തിൽ നല്ലൊരു ഭാവി ഉണ്ടാകും. പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഉപരിപഠനത്തിലും അതുപോലെ മത്സര പരീക്ഷകളിലൊക്കെ ശ്രമിക്കുന്നവർക്ക് തീർച്ചയായിട്ടും നല്ലൊരു ഭാവി ഉണ്ടാകും. കുടുംബജീവിതം മെച്ചപ്പെടും. അലച്ചിലുകളായി നടന്നവരൊക്കെ അലച്ചിലുകളൊക്കെ മാറി നല്ലൊരു ഉന്മേഷത്തോടും ഉഷാറത്തോടും കൂടിയിട്ട് ജീവിക്കാൻ കഴിയുന്ന ഒരു സമയമായിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ ഒരു കരയില്ല എന്ന് വിചാരിച്ച് ഒരിക്കലും വെള്ളത്തിലാണ് ഞാൻ, അല്ലെങ്കിൽ നിലയില്ലാ കയത്തിൽ കുടുങ്ങി നിൽക്കുന്ന ഒരു വ്യക്തിയാണ് ഞാനെങ്കിൽ ഒരു ചെറിയ ശ്രമം കൊണ്ട് അയാളുടെ ജീവിതത്തിൽ കരപിടിക്കാൻ ആൾക്ക് സാധിക്കും എന്നുള്ളത് ഈ ഒരു സമയം കിട്ടുന്ന ഒരു അവസരമാണ്. തീർച്ചയായിട്ടും പാഴാക്കരുത്. ചെറിയ ചെറിയ പരിഹാരങ്ങൾ ചെയ്തുകൊണ്ട് ജീവിതത്തിൽ ആ ദോഷങ്ങളെ നീക്കി മുന്നോട്ട് പോവാൻ ഭഗവാൻ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അടുത്ത രാശിയിലേക്ക് കടക്കാം. അടുത്ത രാശി വേറൊന്നുമല്ല, ഇടവൻ രാശിയാണ്. ഇടവൻ രാശിയിൽ വരുന്ന കാർത്തിക, മുക്കാലി, രോഹിണി, മകീരം നക്ഷത്രക്കാർക്കും ഈ ഗുണം ലഭിക്കും. അതായത് ഈ ഇടവൻ രാശിക്കാർക്ക് ഏറ്റവും നല്ല ഒരു സമയം, കാർത്തിക അല്ലെങ്കിൽ അങ്ങനെ മകീരം, ഈ രോഹിണി നക്ഷത്രക്കാർക്കൊക്കെ ഏറ്റവും നല്ല ഒരു സമയം കൂടിയാണ് ഈ ജൂലൈ മാസത്തോട് കൂടിയിട്ട് വരാൻ പോകുന്നത്. കുറച്ച് സമയം മാത്രമേ ഈ ഗുണം നിലനിൽക്കുകയുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഈ ഒരു സമയം ആര് ഉപയോഗപ്പെടുത്തുന്നോ അവർക്ക് ജീവിതത്തിൽ വിജയം ഉണ്ടാവും. കാരണം സർക്കാർ ഉദ്യോഗസ്ഥർക്കൊക്കെ ഈ ഒരു സമയം നല്ല സമയമായിരിക്കും. അപ്പോ ചെറിയ ചെറിയ പിണക്കങ്ങളൊക്കെ ആയിട്ട് ഇരിക്കുന്നവർക്ക് ആ പിണക്കം മാറുന്ന ഒരവസ്ഥ ഉണ്ടാവും. അതുപോലെ തന്നെയാണ് സർക്കാർ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക്, അതായത് ഈ PSC പോലുള്ള ഇതൊക്കെ എഴുതി നിൽക്കുന്ന ആൾക്കാർക്ക് അത് തീർച്ചയായിട്ടും ആ ജോലി ലഭിക്കാനുള്ള അവസരം ഉണ്ടാവും എന്നുള്ളതാണ്. അതുപോലെ തന്നെ വിദേശ യാത്രയ്ക്ക് ശ്രമിക്കുന്നവർക്കും വിദേശത്ത് ജോലി ചെയ്യുന്നവർക്കും ഇടവൻ രാശിയിൽ വരുന്ന കാർത്തിക, മുക്കാലി, രോഹിണി, മകീരം നക്ഷത്രക്കാർക്ക് ഏറ്റവും നല്ല സമയമായിട്ട് തുടരുന്നതായിരിക്കും. ജൂലൈ മാസം മുതൽ ഇവർക്കും മേടരാശി പറഞ്ഞ മാതിരി ഇവർക്കും ഈ ജൂലൈ മാസത്തിൽ ഒന്ന് ശ്രമിച്ചാൽ ജീവിതം കരപിടിപ്പിക്കാൻ കഴിയുന്നതായിരിക്കും. അതായത് കരപിടിക്കാത്തവരുടെ കാര്യമാണ് പറയുന്നത്. ധാരാളം ആൾക്കാർ കോടീശ്വരന്മാരും കോടീശ്വരികളൊക്കെ ഉണ്ടാവാം ഈ രാശിയിൽ പെടുന്നത്. എങ്കിൽ പോലും ഇതൊന്നും ഇല്ലാതെ ജീവിക്കുന്നവരും ഉണ്ടാവാം. അവരെ കുറിച്ചാണ് പറയുന്നത്. ധാരാളം സമ്പത്തുള്ളവർക്ക് അതിനെ കുറിച്ചിട്ട് ആ ഒരു വിഷമം മനസ്സിലാവില്ല. കാരണം ഇല്ലാത്തവന്റെ വിഷമം ഉള്ളവൻ അറിയില്ല. അപ്പൊ അതുപോലെയാണ് ഈ ഇല്ലാത്തവർക്ക് എങ്ങനെയെങ്കിലും ഒന്ന് കരപിടിച്ചാൽ മതി, ജീവിതം ഒന്ന് പച്ച പിടിച്ചാൽ മതി എന്ന് ആഗ്രഹിച്ച് നടക്കുന്നവരായിരിക്കും. കാരണം എന്നും ദുരിതം കഷ്ടപ്പാടായിരിക്കും. അത്തരക്കാര് ഈ ഒരു സമയം അതിനെ ശരിക്കും നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താം. നിങ്ങളുടെ ശ്രമം കൊണ്ട് എല്ലാ അനുഗ്രഹങ്ങളും ഭഗവാൻ, ആശീർവാദങ്ങളും ഭഗവാൻ നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അടുത്ത രാശിയായ മിഥുനം രാശി, തൊട്ടടുത്ത രാശിയായ മിഥുനം രാശിയിൽ തന്നെയാണ് അടുത്തത്. മകീരമര, തിരുവാതിര, പുണർദം, മുക്കാൽ ഭാഗവും മിഥുനം രാശിയിലാണ്. ഈ മിഥുനം രാശിക്കാർക്കും ഈ പറയുന്ന ഗുണങ്ങൾ ലഭിക്കും. നേരത്തെ പറഞ്ഞ ഈ പറയുന്ന ഗുണങ്ങളെല്ലാം മിഥുനം രാശിക്കാർക്ക് ലഭിക്കും. കാർഷിക അഭിവൃദ്ധി ഉണ്ടാവും എന്ന് പറയുന്നു മിഥുനം രാശിക്കാർക്ക്. കാർഷിക മേഖലയിലൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് മിഥുനം രാശിക്കാർക്ക് നല്ല അളവറ്റ കാർഷിക ആദായം ഉണ്ടാവും എന്ന് പറയുന്നു. ഒരു കണക്കല്ലാത്ത ആദായം വരാൻ സാധ്യത കൂടിയ സമയമാണ്.
അതുപോലെ തന്നെ വാഹന വിൽപ്പന, വാഹനങ്ങൾ വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഒക്കെ, അത് കച്ചവടം നടത്തുന്നവർക്കൊക്കെ നല്ല ഒരു സമയമാണ് മിഥുനം രാശിയിൽ വരുന്ന നക്ഷത്രക്കാർക്ക് ഉണ്ടാകാൻ പോകുന്ന ഒരു കാലയളവ്. അതായത് ഭൂമി കച്ചവടം ചെയ്യുന്നവർക്കും ഭൂമി വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കും ഈ ഒരു കാര്യങ്ങളൊക്കെ സാധിക്കുന്നതായിരിക്കും. ഭൂമി വാങ്ങാൻ തടസ്സമുള്ളവർക്ക് കുമാരസൂക്തം, അതായത് മുരുകന്റെ കുമാരസൂക്ത അർച്ചന ചെയ്ത് കർമ്മങ്ങളൊക്കെ ചെയ്ത് മുരുകന് പാലഭിഷേകം നടത്തി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ തടസ്സങ്ങൾ നീങ്ങി ഭൂമി വിൽക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം വന്നു ചേരും. അതിനോടൊപ്പം തന്നെ ആ കെട്ടിക്കിടക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് തുറന്നു കിട്ടാനുള്ള അവസരം ഉണ്ടാവും. പല തടസ്സങ്ങളും നീങ്ങി ജീവിതത്തിൽ വിജയം വരാൻ ഇരിക്കുന്ന ഈ ഒരു സമയമാണ് ജൂലൈ മാസം. ശരിക്കും നിങ്ങൾ ഉപയോഗപ്പെടുത്തി കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതം മാറാൻ വളരെയധികം സമയമൊന്നും വേണ്ട. ചെറിയ സമയത്തിനുള്ളിൽ തന്നെ ജീവിതം മാറി മറിയും. മറ്റുള്ളവർക്ക് അസൂയ തോന്നുന്ന വിധത്തിലായിരിക്കും നിങ്ങളുടെ വളർച്ച ഉണ്ടാവുക മിഥുനം രാശിയിൽ വരുന്ന നക്ഷത്രക്കാരുടെ. കാരണം ഈ ഒരു സമയം അവർക്ക് അനുകൂലമാണ്. അതുകൊണ്ടാണ് പ്രത്യേകം എടുത്തു പറയുന്നത്. ഏറ്റവും ശ്രേഷ്ഠമായ സമയമാണ് മിഥുനം രാശിയിൽ വരുന്ന നക്ഷത്രക്കാർക്ക് ഉണ്ടാവാൻ പോകുന്നത്. അപ്പോൾ ചെറിയ ദോഷങ്ങൾ ഉണ്ടെങ്കിൽ പോലും പരിഹാരങ്ങൾ ചെയ്ത് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതം തീർച്ചയായിട്ടും കരപിടിപ്പിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അടുത്ത രാശിയായ തൊട്ട 2 രാശി അപ്പുറത്തായ കന്നി രാശിയാണ്. കന്നിരാശിയിൽ വരുന്ന ഉത്രമുക്കാല്, അത്തം, ചിത്തിര അര നക്ഷത്രക്കാർക്കാണ് ഈ ഗുണങ്ങൾ ലഭിക്കുന്നത്. കാരണം ഈ ഒരു ഗുണങ്ങൾ ലഭിക്കാൻ സാധ്യതയുള്ള നക്ഷത്രക്കാര്, അങ്ങനെ 4 രാശിക്കാരാണ് ഇവിടെ പറഞ്ഞത്. ആ കന്നി രാശിക്കാർക്കും ഈ പറഞ്ഞ ഗുണങ്ങളൊക്കെ ലഭിക്കും. കാരണം ഇവര് ഒരുപാട് കാലങ്ങളായിട്ട് വീട് വെക്കാൻ ആഗ്രഹിച്ചിട്ട് അത് സാധ്യമാവാത്ത ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് ഈ ഒരു സമയം അതിനുള്ള അവസരം ഉണ്ടാവും. ഭൂമി വാങ്ങിക്കാനും, ചെറിയ ഭൂമിയാണെങ്കിലും അത് വാങ്ങിച്ച് ചെറിയൊരു വീട് ഒരു കെട്ടിപ്പടുക്കാനുള്ള അവസരം ഉണ്ടാവും. അത് സർക്കാരിന്റെ സഹായങ്ങൾ ലഭിക്കാൻ സാധ്യത കൂടുതലാണ്. കാരണം ഈ രാശിക്കാർക്ക് പഞ്ചായത്ത് തലത്തിലൊക്കെ വീട് വെക്കാനുള്ള സാഹചര്യങ്ങളും അവരുടെ സഹായവും ഗവൺമെന്റ് തലത്തിലൊക്കെ സഹായങ്ങളും ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കാം. അതിന് ശ്രമിക്കുന്നവർക്ക് തീർച്ചയായിട്ടും ആ സഹായം ലഭിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. തടസ്സങ്ങളൊക്കെ നീങ്ങി ആ സഹായം അവരുടെ കയ്യിലേക്ക് എത്തും. അതുകൊണ്ട് തന്നെ ചെറിയ സ്ഥലങ്ങൾ വാങ്ങിച്ചും അവർക്ക് വീട് പണിയാനൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് തീർച്ചയായിട്ടും ആ ഒരു കാര്യം സാധിക്കും. സാമ്പത്തിക പുരോഗതി ഉണ്ടാവും. തൊഴിൽ തടസ്സങ്ങൾ നീങ്ങി തൊഴിൽ ഉന്നതി ഉണ്ടാവും. അതുപോലെ തന്നെ തൊഴിലില്ലാതിരിക്കുന്നവർക്ക് പുതിയ തൊഴിൽ കണ്ടെത്താനുള്ള സാഹചര്യം ഉണ്ടാവും. കുടുംബ കലഹം നീങ്ങി ദമ്പതികൾ തമ്മിൽ നല്ല ഐക്യത്തോടെ ജീവിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടാവും കന്നിരാശിയിൽ വരുന്ന നക്ഷത്രക്കാർക്ക്. അതുപോലെ തന്നെ മക്കളെ കുറിച്ച് അഭിമാനിക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാവും. മക്കൾ നിമിത്തം രക്ഷിതാക്കൾക്ക്, അച്ഛനമ്മമാർക്ക് അഭിമാനം കൊള്ളുന്ന ഒരു സാഹചര്യം ഈ ഒരു രാശിയിൽ വരുന്ന നക്ഷത്രക്കാർക്ക് ഉണ്ടാവാൻ സാധ്യതയുള്ള സമയമാണ്. തീർച്ചയായിട്ടും ഈ രാശിക്കാരൊക്കെ നിങ്ങളുടെ ആ ഒരു വേണ്ട സമയത്ത് നമ്മളെ ശ്രമം കൂടി ആവശ്യമാണ്. എന്തിനും നമ്മൾ മിണ്ടാതിരുന്ന എല്ലാ അനുഗ്രഹങ്ങളും എനിക്കുണ്ടാവും, എല്ലാ ആശീർവാദങ്ങളും എനിക്കുണ്ടാവും, എല്ലാ സാഹചര്യം, എല്ലാ ഗ്രഹങ്ങളുടെ മാറ്റങ്ങളും എനിക്ക് അനുകൂലമാണ്. ജ്യോതിഷത്തിലെ എല്ലാ ബുക്കുകളും വായിച്ച്, അതേപോലെ അല്ലെങ്കിൽ നമ്മുടെ ഈ ജ്യോതിഷ വീഡിയോകളൊക്കെ കാണുന്നു. പലരും വീഡിയോ ചെയ്യുന്നുണ്ട്. ആ വീഡിയോ ഒക്കെ കണ്ടിട്ട് ഞങ്ങളതിനെ കാത്തിരിക്കുകയാണ്. എനിക്ക് ഇനിയൊന്നും ചെയ്യണ്ട, ഞാൻ വീട്ടിലിരുന്നാൽ മതി, എല്ലാ അളവറ്റ സ്വത്തും എന്റെ കയ്യിലേക്ക് എത്തും എന്ന് പറഞ്ഞിരുന്ന് ഒരു വീഡിയോ കണ്ട് നിങ്ങളുടെ ജീവിതം പാഴാക്കരുത്. ഞാൻ ഇതിന്റെ സത്യാവസ്ഥ പറയാണ്. നിങ്ങൾ തീർച്ചയായിട്ടും പണി എടുത്തെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ജീവിതത്തിൽ ഉണ്ടാവുള്ളൂ. എന്തൊക്കെ സൗഭാഗ്യങ്ങൾ നിങ്ങൾക്ക് ഉണ്ടെന്ന് പല ചാനലിലൂടെയും ആൾക്കാർ ഇങ്ങനെ പറയുന്നുണ്ടായിരിക്കും. ഒന്നാമത് കോടികൾ വന്നെന്ന് അറിയും, ഒരിക്കലും വന്നെന്ന് അറിയില്ല. അങ്ങനെ ആരും ചിന്തിക്കണ്ട. നമ്മൾ ജോലി ചെയ്തോ നമുക്ക് ജീവിക്കാനുള്ള സാഹചര്യം വരും. താൻ പാതി ദൈവം പാതി എന്ന് പറയുന്ന മാതിരി നമുക്ക് ജോലി ഉണ്ടാവാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാവും. അത് നമ്മൾ ഉപയോഗപ്പെടുത്തണം. അത് ജോലി ആയിക്കോട്ടെ, ബിസിനസ് ആയിക്കോട്ടെ, വിദേശത്ത് പോയി ജോലി ചെയ്യുന്ന ആയിക്കോട്ടെ, എവിടെ പോയി ജോലി ചെയ്താലും ജോലി ചെയ്യണം. അത് ഏത് തരത്തിലുള്ള ജോലിയാണെങ്കിൽ പോലും നമ്മൾ ശ്രമിച്ചാൽ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ വിജയം ഉണ്ടാവുകയുള്ളൂ. ഒരിക്കലും ആ യോഗ ഉണ്ട്, ഈ യോഗ ഉണ്ട് എനിക്ക് എന്ന് പറഞ്ഞ് ഇവിടെ ഇരുന്നാൽ വീട്ടിലിരിക്കത്തുള്ളൂ. നമ്മുടെ വീട് തീ പുകയില്ല എന്നുള്ള അവസ്ഥയിലേക്ക് പോകും. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇറങ്ങിച്ചെന്ന് ജോലി ചെയ്താൽ തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിൽ വിജയം ഉണ്ടാവും. അതിന് പറ്റിയ സാഹചര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ജ്യോതിഷത്തിലൂടെ ഈ ഒരു സമയത്ത് ഇന്ന മാസങ്ങളിൽ ഗ്രഹങ്ങളുടെ ചലനം കൊണ്ട് ഇന്ന നക്ഷത്രക്കാർക്ക് വരാൻ പോകുന്നത് എന്ന് പറയുന്നത്. അതുള്ള കാര്യമാണ്, സത്യസന്ധമായ കാര്യമാണ്. അത് നമ്മൾ ഉപയോഗപ്പെടുത്തുമ്പോൾ മാത്രമേ നമുക്ക് വിജയം ഉണ്ടാവുള്ളൂ. അല്ലാതെ എല്ലാ യോഗങ്ങളും ഉണ്ട് എന്ന് പറഞ്ഞിട്ടിരുന്ന ഒരിക്കലും അത് സാധ്യമാവില്ല. യോഗം ആക്റ്റീവ് ആവില്ല, ഉറപ്പാണ്. അപ്പൊ ഇത്രയും പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാ പുരോഗതികളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ താല്പര്യപ്പെടുന്നു. അതുപോലെ തന്നെ
നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക. ഈ ചാനൽ ഇഷ്ടപ്പെടുന്നവർക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. തുടർന്ന് അടുത്തൊരു വിഷയത്തിൽ പുതിയൊരു വീഡിയോയിൽ കാണുന്നവരെ